നമസ്കാരം. ഇൻസ്റ്റാഗ്രാം പ്രണയത്തിനൊടുവിൽ 17-കാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കാമുകനും കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയ പഴയ പീഡനക്കേസിൽ 57-കാരനും അറസ്റ്റിൽ. ആലപ്പുഴ ചേർത്തല മരുത്വാർവട്ടം ഗീതാ കോളനിയിൽ കിച്ചു എന്ന് വിളിക്കുന്ന കൃഷ്ണജിത്ത്, കുറ്റപ്പുഴ ചുമത്ര കോട്ടാലി ആറ്റുചിറയിൽ ചന്ദ്രാനന്ദൻ എന്നിവരെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലായ കൃഷ്ണജിത്ത് വിവാഹ വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പത്തനംതിട്ട ശിശുക്ഷേമ സമിതി മുൻകൈയെടുത്ത് കോഴഞ്ചേരി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ച പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് 57-കാരന്റെ ലൈംഗിക അതിക്രമത്തെപ്പറ്റി വെളിപ്പെടുത്തിയത്. ഫെബ്രുവരി 9 രാത്രി 9-നാണ് യുവാവ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. തുടർന്ന് ചേർത്തലയിലെ ഇയാളുടെ വീട്ടിലെത്തിച്ച് അടുത്ത ദിവസം പുലർച്ചെ 1 മണിയോടെ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി. വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമായിരുന്നു പീഡനം. പെൺകുട്ടി കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ താമസിച്ചു വരുന്നതായി വിവരം ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ലഭിച്ചത് പ്രകാരം തിരുവല്ല പോലീസ് അവിടെയെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 20 മുതൽ ഇവിടെ പാർപ്പിക്കപ്പെട്ട കുട്ടിക്ക് ശിശുക്ഷേമ സമിതി മുൻകൈയെടുത്ത് കൗൺസിലിംഗ് ലഭ്യമാക്കി. അച്ഛന്റെ ഫോണിൽ രാത്രി 9 മണിക്ക് ശേഷം വിളിച്ചിറക്കിയാണ് പ്രതി കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്ന് മൊഴിയിൽ പറയുന്നു. പിറ്റേന്ന് പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നും വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം പീഡിപ്പിക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി. വൈകിട്ട് 4-ന് വീട്ടിൽ കൊണ്ടാക്കിയതായും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. വിവരം ആരെങ്കിലും അറിഞ്ഞാൽ യുവാവ് തന്നെ വിട്ടുപോകുമെന്നും കല്യാണം കഴിക്കാതിരിക്കുമെന്നും ഭയപ്പെട്ടിരുന്നതായും മുമ്പ് പലതവണ പരസ്പരം പലയിടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും KSRTC ബസ്സിലാണ് പ്രതിയുടെ വീട്ടിൽ പോയതെന്നും മറ്റും മൊഴി നൽകി. തുടർന്ന് പ്രതിക്കായി നടത്തിയ തെരച്ചിലിൽ തൃപ്പൂണിത്തുറയിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയെത്തി പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മൊബൈലിൽ കുട്ടിയെ ഫോട്ടോ കാണിച്ച് തിരിച്ചറിയുകയും മറ്റ് നടപടികൾക്കും ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു. പോലീസ് ഇൻസ്പെക്ടർ S. സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.